കർത്താവും ഞങ്ങളുടെ ദൈവമേ, നല്ല ദിവസത്തിനായിട്ടും അതിൻ്റെ സന്ധ്യാസമയത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2024 ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനാൽ നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ട് ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇടവകയിലുള്ള എല്ലാവരോടും അവിടുന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 ദിവസങ്ങളിലെ ഞങ്ങളുടെ കൺവെൻഷൻ യോഗങ്ങൾ അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദൂത് നൽകുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ദാസനെ അവിടുന്ന് ശക്തീകരിക്കുകയും ദൈവകൃപയെ കാക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം നൽകുവാൻ നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ ഇടവകയെ അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുനാമം ഞങ്ങളോട് മുഖത്ത് കൊടുക്കണം. ആദ്യോടെ അവസാനം തിരുസാന്നിധ്യത്തിന്റെ മറവിൻ കീഴിൽ ഞങ്ങളെ നിറയ്ക്കണം. മശിയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജേനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷമല്ലോ തകർന്നകയാ. ഇനി തെല്ലും ഭയാമിനെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലേ നിത്യവാസമെന്നേ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിൽ നിർത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് സാബു കെ സാമുവൽ അച്ഛൻ, ഇന്നത്തെ മുഖ്യ പ്രാസംഗികൻ റവറൻഡ് ഡോക്ടർ പി തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. 2 പതിറ്റാണ്ട് മുൻപ് ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പായി തുടങ്ങി വളരെ കുറച്ച് മെമ്പേഴ്സുള്ള കോൺഗ്രിഗേഷനായി തുടർന്ന് നാം ഇന്ന് ഒരു ഇടവകയായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കോൺഗ്രിഗേഷൻ 21 വർഷങ്ങൾക്ക് ശേഷം 1 ജാനുവരി 2024 മുതൽ ഒരു ഇടവക എന്ന പദവിയിലേക്ക് പ്രവേശിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. നാം ഇപ്പോൾ ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് വെല്ലിംഗ്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യകാല പ്രവർത്തകരെയും മെമ്പേഴ്സിനെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പട്ടക്കാരുടെയും വിവിധ ചുമതലകൾ നിർവഹിച്ച ജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ നാം കാണുന്നത്. ഇടവക ആയതിനു ശേഷം നടക്കുന്ന ആദ്യ കൺവെൻഷനിൽ ഇത്രയും പേർക്ക് വന്നു ചേരുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I would extend to welcome our Vicar Reverend Sabu Samuel Achan to this evening. അച്ഛൻ്റെ സ്നേഹവും കരുതലും സപ്പോർട്ടുമാണ് ഇന്ന് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. എന്തു തിരക്കുണ്ടെങ്കിലും ദൂരസ്ഥലങ്ങളിലിരുന്നും ഞങ്ങൾക്ക് തരുന്ന എല്ലാവിധ സഹകരണവും സ്നേഹത്തോടെ ഓർക്കുന്നു. വെൽക്കം അവർ ഡിയർ അച്ഛൻ. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന് അനുഗ്രഹീത പ്രഭാഷകനായ റവറൻഡ് ഡോക്ടർ പി തോമസ് അച്ഛനെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അച്ഛൻ തുമ്പമൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവക അംഗമാണ്. ഇപ്പോൾ നാരങ്ങാനം സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തുമുള്ള ധാരാളം ഇടവകകളിൽ അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
ഡൽഹി ഭദ്രാസന ബിഷപ്പ് സെക്രട്ടറി, കാസർഗോഡ് ബദ്രവിദ്യാലയ മാനേജർ, ഡൽഹി ധർമ്മജ്യോതി വിദ്യാപീഠം രജിസ്ട്രാർ, ബിഷപ്സ് കോളേജ് കൽക്കട്ട, EJ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊമ്പാടി, AMM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ല എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു നല്ല പ്രഭാഷകൻ എന്നതിലുപരി ഒരു നല്ല ഗ്രന്ഥകർത്താവ് കൂടിയാണ്. കൊച്ചമ്മയും 2 മക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഈ യോഗത്തിലേക്ക് റവറൻഡ് ഡോക്ടർ PB തോമസ് അച്ഛനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ വചനം കേൾക്കാൻ നമുക്ക് കാതോർക്കാം. I welcome Reverend Ashish Thomas George and Abhishek from DSMC, who made it possible to make this parish convention live streaming to various YouTube and FB channels. DSMC put a lot of effort to make this happening. I welcome all who are watching the convention around the world and other parishes and congregations within New Zealand. It is my pleasure to welcome my dear brothers, sisters, and children of Emmanuel Marthoma Church, Wellington. ദൈവം തന്ന ഈ അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 8 to 10. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയുമായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ബഹുമാനപ്പെട്ട ഷാബു സാമുവൽ അച്ഛൻ, ജൻ മാത്യൂസ്, വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിലെ അംഗങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ കൺവെൻഷനിൽ ഭാഗഭാക്കാകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടവകയുടെ ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ബലഹീനനായി എനിക്ക് ദൈവം തമ്പുരാൻ തന്ന വലിയ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജൻ മാത്യൂസ് എന്നെ വിളിച്ച്, ഞങ്ങൾക്ക് വെല്ലിംഗ്ടണിൽ ഒരു മാർത്തോമ കോൺഗ്രിഗേഷൻ ഉണ്ട്, അതിലൊരു കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛൻ സൂമിലൂടെ ആ ശുശ്രൂഷ നിർവഹിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ഇടയായത്. എന്നാൽ ദൈവതമ്പുരാന്റെ വലിയ കരുണയാൽ ഈ ദിവസങ്ങൾക്കിടയിൽ തന്നെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച എപ്പിസ്കോപ്പൽ സിനഡ് നിങ്ങളെ ഒരു ഇടവകയായി ഉയർത്തി എന്ന വലിയ സന്തോഷം. അതുകൊണ്ട് വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ ആദ്യ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ലഭിച്ച നിയോഗം ഒരു ചരിത്ര നിയോഗമായി ഞാൻ കാണുകയും ദൈവതമ്പുരാനോട് ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ഈ ഇടവകയുടെ ചുമതലക്കാരോടും നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജൻ മാത്യൂസിനോടും എൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്നും നാളെയുമായി 2 ചോദ്യങ്ങൾ, വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ താളുകളിൽ കാണുന്ന 2 ചോദ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് കേൾക്കുന്ന ഓരോരുത്തരും അതിന് ഉത്തരം കണ്ടെത്തുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിനുമാണ് ഈ 2 ദിവസമായി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ ഈ 2 കാര്യങ്ങൾ പറയുന്നതിന് പ്രത്യേകമായൊരു സാങ്കത്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാനിത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ആദ്യമായി ഒരു ഇടവക ക്രമീകരിക്കുന്ന ഒരു കൺവെൻഷനാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ആദ്യമായി ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്.
ഇന്നും നാളെയും നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാരംഭ ദിവസമായി ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആദ്യ ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കൺവെൻഷൻ ആയതുകൊണ്ട് ആദ്യ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ രണ്ട് ചോദ്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിലും 4-ാം അധ്യായം 9-ാം വാക്യത്തിലുമാണ്. അപ്പൊ നമ്മുടെ 2 ദിവസത്തെ ധ്യാനത്തിന്റെ തീം എന്ന് പറയുന്നത് ഇന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ആദ്യ ചോദ്യവും, നാളെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ 2ാമത്തെ ചോദ്യവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിനുള്ള അടുത്ത പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇടവകയ്ക്ക്, പുതിയ ഇടവകയ്ക്ക് സഭ നൽകിയിരിക്കുന്ന പേര് തന്നെയാണ്. ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നാണ് നിങ്ങളുടെ ഇടവകയുടെ പേര്. ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. അപ്പോൾ ഈ ചോദ്യവും ഇന്നത്തെ ധ്യാനവും നിങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ മാതൃ ഇടവകയുടെ പേരും ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് തുമ്പമൺ എന്നാണ്. എന്താണ് ഈ ഇമ്മാനുവൽ എന്ന വാക്കിനും ഇന്നത്തെ ധ്യാനത്തിനും നമ്മളുടെ ബന്ധം? ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം വേർ ആർ യു, എവിടെ എന്നാണ്. നീ എവിടെയാണ് എന്നതാണ്. ജനസിസ് ചാപ്റ്റർ 3 verse 9. Then the Lord God called to the man, where are you? He replied, I hid myself. This verse or this question talks about the human relationship with God. Where are you in relation with your God? നമ്മുടെ ഈ സന്ധ്യയിലെ ധ്യാനത്തിൽ ഈ ചോദ്യത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന പേരിട്ട് ദൈവം ഈ ഭൂമിയിലാക്കിയ ഇടവകയിൽ ആദ്യ കൺവെൻഷനിലെ ആദ്യ രാത്രി ഇതിന്റെ അംഗങ്ങളോടെല്ലാം ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് വേർ ആർ യു ഇൻ റിലേഷൻ വിത്ത് മീ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. വെയിലേറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആദ്യമായി രൂപീകൃതമായ വെല്ലിംഗ്ടൺ ഇമ്മാനുവൽ മാർത്തോമ ഇടവകയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ 20 വർഷത്തോളമായി നിന്റെ മക്കൾ ഒരു കോൺഗ്രിഗേഷനായി ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് അങ്ങയുടെ വചനം പഠിക്കുന്നതിന്, ധ്യാനിക്കുന്നതിന് അവർക്ക് കൊടുത്ത വലിയ താല്പര്യത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ കോൺഗ്രിഗേഷൻ ഒരു ഇടവകയാക്കി മാറ്റുവാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡ് തീരുമാനിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഇടവകയ്ക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ പേരിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ദൈവത്തോടു കൂടെ, ദൈവം ഞങ്ങളോട് കൂടെയും എന്നത് ജീവിതത്തിൽ മനസ്സിലാക്കി ജീവിപ്പാൻ ഇടയാക്കും. ആദ്യമായി ഇടവക ക്രമീകരിക്കുന്ന ഈ വാർഷിക കൺവെൻഷനിൽ ദൈവസാന്നിധ്യം ഇരിക്കണം. ബലഹീനനായ അടിയനോട് കൂടെ ഇരിക്കണം. കർത്താവെ, ഈ കൺവെൻഷൻ നടക്കുന്ന മുഖാന്തരങ്ങളൊക്കെ ദൈവനമ്പരാൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു തടസ്സവും കൂടാതെ ഭംഗിയായി നിർവഹിക്കപ്പെടാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛനായി സ്തോത്രം. ഇടവകയുടെ ചുമതലക്കാർക്കായി സ്തോത്രം. ആദിയോടെ നിന്റെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണം. യേശുവിന്റെ ധന്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഏദൻ തോട്ടം
ദൈവ മനുഷ്യ ബന്ധത്തിന്റെ പറുദീസ. 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ സവാരിക്കിറങ്ങി. പതിവ് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. കാരണം ഒരു ദിവസം കൂട്ടുസവാരിക്കാരെ കാണാതെ വന്നപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ആഡം, വേർ ആർ യു? എബ്രഹാം ജോഷുവ ഹെഷ്കൽ എന്ന ഒരു യഹൂദ പണ്ഡിതൻ എഴുതിയ ഗോഡ് ഇൻ സെർച്ച് ഓഫ് മാൻ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ യഹോവയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യാഹ്വേ ഈസ് ആന്ത്രോപോപതിക് എന്നാണ്, or God is anthropopathic എന്നാണ്, which means God has the pathos of human, or God has human-like feeling. In other words, God likes the company of human. അതായത് മനുഷ്യൻ എപ്പോഴും തന്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നും ഒപ്പം നടന്നിരുന്ന കൂട്ടുസവാരിക്കാരെ കാണാതെ വന്നപ്പോൾ ദൈവം ചോദിച്ച ചോദ്യമാണ് വേദപുസ്തകത്തിലെ ആദ്യ ചോദ്യം. അപ്പോൾ മനുഷ്യ നീ എവിടെ എന്ന ഏദനിലെ ആദ്യ ചോദ്യം ദൈവത്തിന്റെ ഉത്കടമായ വേദനയുടെ ചോദ്യമാണ്. നമുക്കൊക്കെ പരിചയമുള്ള, നമ്മൾ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ഇളയ പുത്രന്റെ ഇറങ്ങിപ്പോക്കിന് മുമ്പിൽ ഹൃദയവേദനയോടെ ഇരിക്കുന്ന പിതാവിന്റെ വേദനയെ ദി ഇറ്റേണൽ പെയിൻ ഓഫ് ഫാദർ എന്നാണ് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഹൃദയവേദനയോടെയുള്ള ഒരു ചോദ്യമാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ദൈവം തങ്ങളെ കാണാതിരിക്കാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ പ്രതികരണം ഇത് തന്നെയാണ്. യേശു തന്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു എന്നാണ് ആ വാചകം. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ തന്നോട് കൂടെ ഇരിക്കുന്നതിന്. അതായത് ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് തന്നോട് കൂടെ ഇരിക്കുന്നതിനാണ്, ടു ബി വിത്ത് ഹിം എന്നാണ്. നമ്മെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയെങ്കിൽ ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകളുടെ എല്ലാം രംഗങ്ങളിൽ ദൈവത്തിന്റെ ഹൃദയം നുറങ്ങിയ ഈ ചോദ്യം ഉണ്ടാവുന്നു, വേർ ആർ യു? എന്തിനാണ് അവർ ഒളിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഒളിക്കേണ്ടി വന്നത്? എന്നും കൂടെ നടന്ന ദൈവത്തെക്കാൾ ഒരിക്കൽ തോട്ടത്തിൽ വന്ന പിശാചിനെ വിശ്വസിച്ചതും അവനെ അനുസരിച്ചതുമാണ് കാരണം. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കും. എന്നും കൂടെ നടന്ന ദൈവത്തെക്കാൾ ഒരിക്കൽ തോട്ടത്തിൽ വന്ന പിശാചിനെ വിശ്വസിച്ചതും അവനെ അനുസരിച്ചതുമാണ് അവർ ഒളിച്ചിരിക്കാൻ കാരണമായി തീർന്നു. ദൈവത്തിന്റെ സ്നേഹിതരായിരിക്കേണ്ടവർ അഥവാ ദൈവത്തെ അനുഗമിക്കുന്നവർ പാലിക്കേണ്ട ചില പ്രമാണങ്ങൾ. വേദപുസ്തകത്തിൽ അത്തരം ധാരാളം മോഡൽസ് ഓർ പാരഡൈംസ് ഓഫ് ഗോഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ അതിനെ ഏറ്റവും മനോഹരമായ ഒരു വാചകം, യേശു കർത്താവ് പറഞ്ഞ ഒരു വാചകം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. യേശു പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എന്ന ഏറ്റവും പുതിയ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ വാചകം രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായാണ്. ഇഫ് എനി ഓഫ് യു വants to be my follower, you must put aside your selfish ambition, shoulder your cross and follow me. ഏറ്റവും വിപ്ലവകരമായ ഒരു ആഹ്വാനമാണ് ഇത്, നമുക്കറിയാം. വില്യം ഹെൻഡ്രിക്സൺ എന്ന ന്യൂ ടെസ്റ്റ്മെന്റ് കമന്റേറ്റർ
ഈ വേദഭാഗത്തെ പാരഫ്രൈസ് ചെയ്ത് യേശു കർത്താവിന്റെ ഈ വലിയ നിയോഗത്തെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് എനിവൺ wish to be counted as a follower of mine, he must once and for all say farewell to self, decisively accept pain and shame and persecution for my sake and in my cause, and must then follow and keep on following me as my disciple. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാചകത്തെ വളരെ ചെറുതാക്കി ഒരു കുഞ്ഞു വാചകമായിട്ട് പറയാം. ഇഫ് എനിവൺ വിഷ് ടു ബി കൗണ്ടഡ് ആസ് എ ഫോളോവർ ഓഫ് മൈൻ, he must once and for all say farewell to self and then follow and keep on following me as my disciple. നമുക്കൊക്കെ ദൂരെ മാറി നടക്കാനാണ് ഇഷ്ടം. കാരണം കൂടെ നടന്നാൽ സംഗതി പ്രശ്നമാണ്. ദൂരെ മാറി നടന്നാൽ പല ഗുണങ്ങളുണ്ട് താൻ. ദൈവത്തോട് ചേർന്ന് നടന്നാൽ ഇന്നൊരു പക്ഷേ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തോട് ചേർന്ന് നടന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. ദൈവത്തോട് ചേർന്ന് നടന്നാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന പല സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഒരല്പം ദൂരെ മാറി നടക്കുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ കാൽവറിയിലേക്കുള്ള അന്ത്യയാത്രയിൽ തന്റെ ഏറ്റവും മിടുമിടുക്കനായിരുന്ന ശിഷ്യൻ പത്രോസ് യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് ഒരു വാചകം ചേർക്കുന്നു. അവൻ ദൂരെ മാറി അനുഗമിച്ചു എന്നാണ്. ലൂക്കോസ് അത് എഴുതിയിരിക്കുന്നത് അവൻ അകലം വിട്ട് പിൻചെന്നു എന്നാണ്. ഹി ഫോളോഡ് ഇൻ എ ഡിസ്റ്റൻസ് എന്നാണ്. അത് മനോഹരമായ ഒരു പ്രയോഗമാണ്. ഞാനിപ്പോൾ 37 വർഷമായി മാർത്തോമാ സഭയിൽ വൈദികനായി. എന്റെ പഠനങ്ങളോടൊക്കെ ചേർത്താൽ 40 വർഷമായി. ഈ 40 വർഷം ഈ സഭയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷയും യാത്രയും ഒക്കെ ചെയ്തതിന് വിളിച്ചതിൽ ഞാൻ തറപ്പിച്ചൊരു കാര്യം പറയാൻ സാധിക്കും. നമ്മളിൽ മിക്ക പേർക്കും ഈ ഡിസ്റ്റൻസ് ഇട്ട് ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ഇടവകയുടെ പേര് മറക്കരുത്. ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഈ ദൈവം നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മെനി ഓഫ് us ആർ ഫോളോയിങ് ഇൻ എ ഡിസ്റ്റൻസ്. ഇത് അപകടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ദൂരെ മാറി നടക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും, വേർ ആർ യു ഇൻ റിലേഷൻ വിത്ത് മീ? നമുക്കൊക്കെ ദൂരെ മാറി നടക്കാനാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് കൺവീനിയൻസ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറെ കൂടെ വ്യക്തം. ഞാൻ 1987 സഭയിൽ വൈദികനാണ്. 1987 അന്ന് വൈദികനായി എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അന്ന് ഡൽഹി ബിഷപ്പ് ആയിരുന്ന നമ്മുടെ കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി ആയിട്ടായിരുന്നു. ഡൽഹിയിലെ ജനക്പുരി എന്ന് പറയുന്ന സ്ഥലത്താണ് അരമന. ബോംബെ, ഡൽഹി, ഭദ്രാസനം, കേരളത്തിന് പുറത്തുള്ള എല്ലാ ഇടവുകളും ഭാഗമായിരിക്കുന്ന ഒരു ഭദ്രാസനം ഉള്ളായിരുന്നു. അത് ബോംബെ ഡൽഹി എന്നായിരുന്നു ആ ഭദ്രാസനത്തിന്റെ പേര്. അപ്പൊ ഞാൻ ആ തിരുമേനയുടെ സെക്രട്ടറി ആയി ആണ് എൻ്റെ ജോലി ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വരും, ഡൽഹി പോവും, അങ്ങനെ ഒരുപാട് യാത്രകളുണ്ട്. നാട്ടിൽ വരുമ്പോഴൊക്കെ തിരുമേനി യാത്ര ചെയ്യുന്നത് അന്നത്തെ ഒരു കോണ്ടസ ക്ലാസിക് കാറിലാണ്. ഞാനും ഡ്രൈവർ രാജു മുമ്പിലിരിക്കും. തിരുമേനി ഇങ്ങനെ കാറിന്റെ പുറകിൽ ചാരിക്കിടക്കും. അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടില്ല, തിരുവനന്തപുരത്ത് എയർപോർട്ട് മാത്രമേ. മാരാമണ്ണ് തിരുമേനിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരുമേനിയെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകുമ്പോൾ ആ സ്ഥലവും നാടും ഒക്കെ അറിയാം. നിങ്ങൾ റാന്നിക്കാരും കോഴഞ്ചേരിക്കാരും ഒക്കെ ആണെന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. നമ്മള് മാരാമണ്ണെന്ന് യാത്ര ചെയ്താൽ ആറന്മുള വഴി നമ്മളൊക്കെ കൊള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എംസി റോഡിൽ കയറിയാണ് തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കാറ് യാത്ര ചെയ്ത് കൊള്ളനാട് ചെന്ന് ആദ്യം പന്തളമാണ് എത്തുന്ന സ്ഥലം. പന്തളം എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. ഞാൻ 5 വർഷം അതിന് പ്രീ ഡിഗ്രിയും ഞാൻ പഠിച്ചത് പന്തളം NSS കോളേജിലാണ്. പന്തളം NSS കോളേജ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ ചെല്ലുമ്പോ ആ കോളേജൊക്കെ നോക്കി, പ്രത്യേകിച്ചും അന്നത്തെ കാലമല്ലേ, കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന പിള്ളേരെയൊക്കെ കാണാൻ, പ്രത്യേകിച്ച് പെൺപിള്ളേരെയൊക്കെ കാണാൻ സന്തോഷമുള്ള സമയമാണ്. പക്ഷേ
പന്തളം കോളേജിനടുത്ത് ചെന്നാൽ ഞാൻ കോളേജ് നോക്കുക, അവിടുന്ന് ആര് വന്നാലും ഞാൻ ശ്രദ്ധിക്കില്ല. കാരണം എനിക്ക് ഒരൊറ്റ നോട്ടേ ഉള്ളൂ തിരുവനന്തപുരം എയർപോർട്ടാണ്. അത് ഞങ്ങൾ ഈ പത്തനംതിട്ട ജില്ലക്കാരൊക്കെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു പതിവുണ്ട്. വെളുപ്പിനെ കൊട്ടാരക്കര ചെല്ലുമ്പോൾ അവിടെ നിർത്തി ഹോട്ടലിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകും. അപ്പൊ കൊട്ടാരക്കര ചെല്ലുമ്പോൾ അങ്ങനെ അറിയാതെ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും. പക്ഷെ തിരുമേനി ഞങ്ങൾ യാത്ര അയക്കാൻ പോകുന്നതുകൊണ്ട് കൊട്ടാരക്കര ചെന്ന് ഏത് ഹോട്ടലിൽ ചെന്നാലും ഞാൻ നോക്കുകയില്ല. വിശപ്പും ഇല്ല, ഒന്നും കഴിക്കുകയും വേണ്ട. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തിരുവനന്തപുരം എയർപോർട്ടാണ്. അങ്ങനെ ഓടി ഓടി നമ്മൾ കേശവദാസപുരത്ത് ചെല്ലും, തിരുവനന്തപുരത്ത് പട്ടണത്തിലേക്ക് കയറുമ്പോൾ. അപ്പൊ അവിടെയാണ് അന്നത്തെ കാലത്ത് ഈ സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലമാണ്, അന്ന് തുടങ്ങി വന്ന കാലമാണ്. പുതിയ സിനിമകളൊക്കെ ഒട്ടിക്കുന്നത് അവിടെയാണ്, പോസ്റ്റർ ഒട്ടിക്കുന്നത്. ഞാനൊരൊറ്റ പോസ്റ്റർ നോക്കിയത്, എനിക്ക് സിനിമ പോസ്റ്റർ കാണുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, അത് തിരുവനന്തപുരം എയർപോർട്ടാണ്. തിരുമേനിയെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വിട്ടിട്ട് രാജു ഞാനും കൂടെ തിരിച്ചു വരുമ്പോ കേശവാസപുരത്ത് വരുമ്പോൾ ഞാൻ രാജുവിനോട് പറയും, രാജു വണ്ടി ഒന്ന് നിർത്തിക്ക്, ആ പോസ്റ്ററൊക്കെ നോക്കാം, നമുക്ക് ഏത് സിനിമയാണ് എവിടേക്കാണ് ഓടുന്നത് നോക്കാമല്ലോ. കൊട്ടാരക്കര വന്ന് ഹോട്ടൽ കാണുമ്പോൾ രാജു നമുക്ക് നിർത്താം, നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കാം. പന്തളത്ത് വരുന്ന ഞാൻ വീണ്ടും കോളേജിലോട്ടൊക്കെ നോക്കും, വരുന്നവരെയൊക്കെ നോക്കും സന്തോഷമായിട്ട്. എന്നിട്ട് കൊള്ളതണ വരുമ്പോ രണ്ട് വഴിക്ക് മാരാമണ്ട് പോവാം. ഒന്ന് തുമ്പോണ് എന്റെ നാട്ടിൽ കൂടെ പോവാം, രണ്ട് ആറന്മുളക്കൂടെ. പിന്നെ ദൂര വ്യത്യാസം. അപ്പൊ ഞാൻ രാജുവിനോട് പറയും, നമുക്ക് തുമ്പോണൂടെ പോവാം. എന്നിട്ട് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയുടെ മെയിൻ റോഡിൽ കൊണ്ടുപോയി ഈ കാർ കൊണ്ടിടും. ഞാൻ വീട്ടിൽ വരും, ഒരു കാര്യമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരും. കാരണം എന്താണെന്നറിയോ, ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ കാറിന്റെ ചുറ്റും 4 ആള് കൂടും. വരുന്നവരൊക്കെ അപ്പൊ ചോദിക്കും, ആരായി കാറേ വന്നത്? അപ്പോ അവരെല്ലാം പറയും, ഇത് VP തോമസ് അച്ഛനാണ്. എന്തൊരു ഗമയാണ്, എന്തൊരു പോസ്റ്റാണ് അല്ലേ. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ശരിക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്താ വ്യത്യാസം? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളായിരുന്നു, തിരുവനന്തപുരം എയർപോർട്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നാട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് നമ്മുടെ യാത്ര. എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്റെ കാറിൽ തിരുമേനി ഉണ്ടായിരുന്നു എന്നതാണ് വിഷയം. തിരുമേനി കാറിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നോക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റില്ല. എനിക്കൊരൊറ്റ ലക്ഷ്യം തിരുമേനി വിടുന്നതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ തിരുമേനി കൂടെ ഇല്ലാത്തത് കൊണ്ട് എന്റെ സ്വാഭാവികമായ സ്വഭാവങ്ങളും ഇച്ഛകളും ഒക്കെ എന്നിൽ തലപൊക്കും. ഇതല്ലേ നമ്മുടെ സത്യം? അത് ന്യൂസിലാൻഡിലായാലും വെല്ലിംഗ്ടൺ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളായാലും നാട്ടിൽ നിന്ന് അവിടെ ചെന്നവരായാലും നമുക്കൊക്കെ താല്പര്യം ഒരല്പം ദൂരെ മാറി നടക്കാനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ഭാഗത്തിരുന്ന്, നാട്ടിലോ വിദേശത്തോ എവിടെ ഇരുന്ന് ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ഈ രാത്രി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും കാരണവശാൽ നീ ദൈവത്തിന് ദൂരെ മാറി ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ആ ഓരോ നിമിഷവും ദൈവം നിന്നോട് ചോദിക്കുകയാണ്, മൈ സൺ, മൈ ഡോട്ടർ, വേർ ആർ യു ഇൻ റിലേഷൻ വിത്ത് മീ? എന്നോട് കൂടെ ഇരിക്കേണ്ട നീ ഇപ്പോൾ എവിടെയാണ്? നീ എന്നിൽ നിന്നും എന്തുമാത്രം അകലെയാണ്? നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു മാറുന്ന മേഖലകൾ എന്തൊക്കെയാണ്? യേശുകർത്താവ് പറഞ്ഞ ഈ വലിയ നിയോഗത്തിൽ എന്തുപേക്ഷിക്കണമെന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. ദ ഡിസൈപ്പിൾ ഈസ് കോൾഡ് ടു ലേ സംതിങ് ഡൗൺ. എന്താണത്? വളരെ കൃത്യമായി പറഞ്ഞു, ഡിനൈ വൺ സെൽഫ് എന്ന്, തന്നെത്താൻ ത്യജിക്കുക. ഡിനൈ എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് നമ്മൾ എടുത്ത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇറ്റ് മീൻസ് ടു കംപ്ലീറ്റ്ലി ഡിസോൺ എന്നാണ്. മനഃപൂർവ്വം നമ്മൾ ചില മേഖലകൾ ത്യജിക്കേണ്ടതുണ്ട് എന്നതാണ്. ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ, ദൈവത്തോടൊപ്പമായിരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ചോദ്യം വീണ്ടും വീണ്ടും നമ്മളുടെ ജീവിതം കണ്ട് ചോദിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ. അത് വളരെ വേഗം ചൂണ്ടിക്കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ഒന്ന്, ഇറ്റ്സ് എ കോൾ ടു ഗിവ് അവേ false securities of life. It's a call to give away false securities of life. നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ചില മിഥ്യാസങ്കേതങ്ങളെ മനഃപൂർവ്വം ഉപേക്ഷിക്കുക. ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ആദ്യ പടി സമ്പൂർണ്ണ സമർപ്പണമാണ്, കംപ്ലീറ്റ് സറണ്ടർ. ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട വൃക്ഷം മരണത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് ദൈവം പറയുന്നു. അങ്ങനെയല്ല, അവരുടെ കണ്ണു തുറക്കുമെന്നും ഒരിക്കലും മരിക്കില്ലെന്നും
ദൈവത്തെ പോലെയാകും എന്നും മറ്റുമുള്ള സാത്താന്യ പ്രലോഭനത്തിൽ ആദമും ഹവ്വയും വലിയ സുരക്ഷിതത്വം സ്വപ്നങ്ങൾ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കേണ്ടി വന്നതിന്റെ പ്രധാന കാരണം ദൈവനമ്പുരാൻ ഇത് മരണത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ സാത്താന്റെ പ്രലോഭനം കാരണം ഒരുപാട് സാധ്യതകൾ അവർ കാണുകയാണ്. ആ സാധ്യതകളെല്ലാം അവരുടെ ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമാക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. എന്താണ്? കണ്ണു തുറക്കും, മരിക്കുകയല്ല, മാത്രമല്ല എന്തൊരു ഓഫറാണ്, ദൈവത്തെ പോലെയാകും. അതിനപ്പുറത്ത് ജീവിതത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് വേണ്ടത്? അതുകൊണ്ട് അവരത് ഓപ്റ്റ് ചെയ്തു. ആ ഓപ്ഷനാണ് ദൈവത്തിൽ നിന്നും ഒളിച്ചിരിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്തെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലാണ് പോകുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സങ്കടം. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി വി ലിവ് ഇൻ എ ഡേ ഓഫ് കാഷ്വൽ സ്പിരിച്വാലിറ്റി. എന്താണ് ഈ കാഷ്വൽ സ്പിരിച്വാലിറ്റി? ഇന്ന് കിട്ടാൻ വേണ്ടി മാത്രമുള്ള പരക്കം പാച്ചിലാണ് ഇവിടെ. ആധ്യാത്മിക യോഗങ്ങളിലെല്ലാം തരാം 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 എന്ന ഓഫറുകളാണ്. അങ്ങനെ കിട്ടുമെന്ന് കാണുന്നിടത്തൊക്കെ ജനം പരാക്രമം പിടിച്ചോടുകയാണ്. എന്നാൽ ഈ രാത്രി ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം വളരെ ശക്തമായ താക്കീതോടുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, വേദപുസ്തകത്തിന്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ വേദപുസ്തകം മുമ്പോട്ട് വെക്കുന്ന ആധ്യാത്മികത ത്യജിക്കലിന്റെ ആധ്യാത്മികതയാണ്, കിട്ടലിന്റെ ആധ്യാത്മികതയല്ല. ഇത് ഡിനൈ ചെയ്യാനുള്ള വലിയ മനസ്സ്, നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്ന് കരുതുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാനുള്ള വലിയ മനസ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ ബൈബിൾ. ഞാൻ നിങ്ങളോട് ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേദപുസ്തകത്തിലെ ആദ്യ വിളി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അബ്രാമിനെ ദൈവം വിളിക്കുന്നതിന്റെ വിശദീകരണമാണ്. ഉൽപ്പത്തി 12:1 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ലീവ് യുവർ കൺട്രി, യുവർ റിലേറ്റീവ്സ്, യുവർ ഫാദേഴ്സ് ഹൗസ് ആൻഡ് ഗോ. ഒരു വിളിയാണ്. വിടുക, വിടുക എന്നാണ്. എന്തൊക്കെ വിടണം? ഒരു മനുഷ്യന്റെ ടെമ്പറൽ എക്സിസ്റ്റൻസിന്റെ അടിസ്ഥാനം മുഴുവൻ കടമുഴക്കാനുള്ള വെല്ലുവിളിയാണ്. അവന്റെ ദേശത്തെയും അവന്റെ ചാർച്ചക്കാരെയും അവന്റെ പിതൃഭവനത്തെയും വിട്ട്, അതായത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം മുഴുവൻ പരിത്യജിക്കാനുള്ള വിളിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അത് അബ്രാം ഏറ്റെടുക്കുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സമ്പത്തിനോട് മുഴുവൻ അബ്രാം വിട പറയുന്ന ഒരു രംഗമുണ്ട്. ചില്ലറ സമ്പത്തല്ല അവർക്കുണ്ടായിരുന്നത്. ഉൽപ്പത്തി 13-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാനും. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഇതൊരു പണക്കാരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്ന അബ്രാമിനെയും ലോത്തിനെയും കുറിച്ചുമാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ സമ്പത്ത് ദേശത്തിന് പോലും വഹിക്കാൻ അൺബെയറബിൾ ആയിരുന്നു എന്ന്. അപ്പോഴാണ് അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണല്ലോ, സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണല്ലോ നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായി സന്തോഷത്തോടെ സഹ ഉദരന്മാരായും സഹ ഉദരിമാരായും ഒക്കെ നമ്മൾ ജീവിക്കുന്നവരാണ്. പക്ഷേ നമുക്ക് സമ്പത്ത് വന്നു കഴിയുമ്പോൾ ചെറിയ 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 പ്രശ്നങ്ങൾ ആരംഭിക്കും. ഇവിടെ അബ്രാമിന്റെയും ലോത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. എന്നാൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അബ്രാം ലോത്തിനെ വിളിച്ചിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്: ദ ഹോൾ കൺട്രി സൈഡ് ഈസ് ഓപ്പൺ ടു യു. ടേക്ക് യുവർ ചോയ്സ് ഓഫ് എനി സെക്ഷൻ ആൻഡ് വി വിൽ സെപ്പറേറ്റ്. അദ്ദേഹം തുടരുകയാണ്: if you want the land to the left, then I'll take the land on the right. If you prefer the land on the right, then I'll go to the left. എന്തൊരു മനുഷ്യനാണ്!
ഒരു അനാഥനായി ഹാരാനിൽ കഴിഞ്ഞിരുന്ന ലോത്തിനെ അബ്രാമാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്ന് ലോത്തിന് എന്തൊക്കെയുണ്ട് അതെല്ലാം അബ്രാമിന്റെ കൂടെ വന്നതിന് ശേഷം കിട്ടിയതാണ്, അല്ലെങ്കിൽ അബ്രാമിന്റെ ദയ കൊണ്ട് കരുണ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെല്ലാം ഉണ്ടായിട്ടും രണ്ടുപേർക്കും ഇഷ്ടംപോലെ ആയിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ പിന്മാറി അല്ലെങ്കിൽ മാറി താമസിക്കാൻ ആഗ്രഹിക്കപ്പെടും. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, എന്തെങ്കിലും കൊടുത്ത് ലോത്തിനെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ കൺസൾട്ട് ചെയ്താൽ പോലും അവർക്ക് ഇങ്ങനെ ആലോചിക്കാന്നുള്ളൂ. അവനൊരു അനാഥനായിരുന്നല്ലോ, നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നാണല്ലോ, നമ്മുടെ കൂടെ വന്നതിന് ശേഷമാണല്ലോ അവനിതെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ന്യായമായിട്ട് കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി എന്നത് ന്യായമായ കാര്യം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ചാൽ പോലും ന്യായമാണ്. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന വാചകം കേട്ടോ, നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും, ദേശം മുഴുവൻ നിന്റെ മുമ്പാകെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എടുക്കാം. നീ ഇടത്തോട്ട് പോയാൽ വലത്തോട്ട് പോകും, അല്ല നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇടത്തോട്ട് പോകും. സമ്പത്തിനെ മുഴുവൻ വിടാനുള്ള മനസ്സ്. പ്രിയപ്പെട്ടവരെ, ദൈവവിളിയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഇനി 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരും. തന്റെ ഭാവിയുടെ വാഗ്ദാനം എന്ന് കരുതിയതിനെ ത്യജിക്കാൻ ഒരുങ്ങുന്ന രംഗം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ്: ടേക്ക് യുവർ സൺ, യുവർ ഓൺലി സൺ ഐസക്, whom you love, go to the mountain of Moriah, sacrifice him there as a burnt offering. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറയുകയാണ് ദൈവം. 25 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി കിട്ടിയ സന്തതിയാണ് ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാവി മുഴുവൻ പരിത്യജിക്കാനുള്ള വിളിയാണ്. ഇപ്പോഴുള്ളത് മുഴുവൻ, ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കാനുള്ള വിളിയാണ് അബ്രാമിന് വന്നത്. തന്റെ ജീവിത സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാനും ആവശ്യമായ സമ്പത്ത് ഒരു മടിയും കൂടാതെ ഉപേക്ഷിക്കാനുള്ള മനസ്സാണ് അബ്രഹാം കാണിക്കുന്നത്. ഇതാ മൂന്നാമത്, തന്റെ ഭാവി സുരക്ഷിതമാക്കാം എന്ന് വിചാരിച്ചിരുന്ന തന്റെ മകനെ പോലും ദൈവത്തിന്റെ പേരിൽ പറഞ്ഞ യാഗം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അബ്രഹാമിന്റെ വിളിയിൽ തന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് ഉതകുന്ന സകലതിനെയും, തന്റെ സമ്പത്തിനെയും തന്റെ ഭാവിയെയും വരെ പരിത്യജിക്കാനുള്ള വിളിയാണ് നാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദപുസ്തകത്തിന്റെ ആധ്യാത്മികത ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന വിളി തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരാം. 1-2 ഉദാഹരണങ്ങൾ പറയാം. 400 വർഷങ്ങൾ നീണ്ട മൗനത്തിന് ശേഷം സ്വർഗം ഭൂമിയോട് സംസാരിക്കുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന മറിയയോട് ഗബ്രിയേൽ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 400 വർഷം ദൈവം ഭൂമിയോട് ഒന്നും മിണ്ടിയില്ല, ഒന്നും സംസാരിച്ചില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദോസം അനുസരിച്ച് മലാഖി പ്രവചനത്തിന് ശേഷം 400 വർഷം ദൈവം ഒന്നും ഭൂമിയോട് അരുളി ചെയ്തു. അതിനുശേഷമാണ് ആദ്യമായി ദൈവം തമ്പുരാൻ തന്റെ ദൂതനെ സെക്കറിയ പുരോഹിതന്റെ അടുത്ത് അയക്കുന്നത്. 6 മാസം കഴിഞ്ഞു അതേ ദൂതനെ മറിയ എന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് അയക്കുക. അപ്പോൾ ആ മറിയ എന്ന് പറഞ്ഞ പെൺകുട്ടി രാജകുടുംബത്തിൽപ്പെട്ട, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസെഫ് എന്ന ചെറുപ്പക്കാരനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തിലൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന കാലമാണ്. ആ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ മറിയോട് എന്ന് പറയുകയാണ്, ദൈവപുത്രന് ഈ ഭൂമിയിൽ വന്ന് പിറക്കാൻ നിന്റെ ഗർഭപാത്രം ആവശ്യമുണ്ട്, നീ ഗർഭിണിയാകാൻ പോവുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടിയോട് സ്വർഗം ആവശ്യപ്പെടുന്നത് അവളുടെ ഗർഭപാത്രമാണ്, ദൈവപുത്രൻ വന്ന് പിറക്കാൻ. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറിയ എന്ന പെൺകുട്ടി ദൈവദൂതനോട് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കംപ്ലീറ്റ് സറണ്ടറാണ്. ജീവിതത്തെ അപ്പാടെ ത്യജിക്കാനുള്ള വിളിയാണ് ദൈവത്തിന്റെ വിളി. യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു കഴിയുമ്പോൾ നടക്കുന്ന കാര്യങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കും. കുടുംബത്തിലേക്ക് ആഹാരം ഉണ്ടാക്കുവാനായി മുക്കുവന്മാരായ ജ്യേഷ്ഠാനിയന്മാർ മീൻ പിടിക്കുകയാണ്. അത് അന്ത്രയോസും ശിമോനുമാണ്.
അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം അവരോട് പറയാണ്, വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വീട്ടിലേക്ക് ആഹാരത്തിന് വേണ്ടി മീൻ പിടിച്ചുകൊണ്ടിരുന്നവനോട് യേശു കർത്താവ് വന്ന് പറയാണ്, ഫോളോ മീ, ഐ വിൽ ഷോ യു ഹൗ ടു ഫിഷ് ഫോർ പീപ്പിൾ. ഫോർ വാട്ട്? എന്നാൽ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് മനോഹരമാണ്. ആൻഡ് ദേ ലെഫ്റ്റ് ദെയർ നെറ്റ്സ് അറ്റ് വൺസ് എന്നാണ്. ഉടനെ തന്നെ അവർ വല ഉപേക്ഷിച്ച് യേശുവിന്റെ പുറകെ പോവുകയാണ്. കുടുംബസന്ധാരണ മാർഗം മുഴുവൻ പരിത്യജിക്കാനുള്ള വിളിയാണ് നമ്മളവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അല്പം കൂടെ യേശു മുമ്പോട്ട് ചെല്ലുമ്പോൾ അപ്പനോടൊപ്പം വരുന്ന അറ്റുപോയ വലക്കണ്ണികൾ കൂട്ടി യോജിപ്പിക്കുകയാണ് യാക്കോബും യോഹന്നാൻ. അവരോട് പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്ന മനോഹരമാണ്. They immediately followed him, leaving the net, boat and their father behind. വള്ളവും വലയും പിതാവിനെയും പിന്നിൽ ഉപേക്ഷിച്ച് അവർ യേശുവിന്റെ പുറകെ പോവുകയാണ്. സ്വന്തം പിതാവിനെ പോലും പരിത്യജിക്കാനുള്ള വിളിയാണ്. ഇപ്പറഞ്ഞ സംഭവങ്ങളിലെല്ലാം ആവർത്തിക്കുന്ന ഒരു വാക്ക് വിടുക, വിടുക, വിടുക എന്നാണ്. ഇതാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്. ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ വിടാൻ നീ തയ്യാറാണോ എന്നുള്ളതാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏദനിൽ ഹവ്വായെ പ്രലോഭിപ്പിച്ച സാത്താൻ യേശുവിനോട് പറയാണ്, വീണ് കുമ്പിട്ടാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. കുമ്പിട്ടാൽ, മുമ്പിൽ കുമ്പിട്ടാൽ എന്തും തരാം എന്ന് പറയുന്നത് സാത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കാഷ്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവല്ലോ. ഇന്ന് നാം കാണുന്ന ഉപരിപ്ലവമായ ആധ്യാത്മികതയിലെല്ലാം മുഴങ്ങി കേൾക്കുന്നത് സാത്താന്റെ പ്രലോഭനങ്ങളാണ് എന്ന് വ്യക്തമല്ലേ? ഇന്നത്തെ ആത്മീയ യോഗങ്ങൾ വ്യാപാരമേളകൾ പോലെയാണ്, ട്രേഡ് ഫെയർ പോലെയാണ്, മെഗാ ഷോകളാണ്. അവിടെ എല്ലാം ഓഫറുകളാണ്. രോഗശാന്തി മുതൽ ശാപമോക്ഷങ്ങളും സാമ്പത്തിക അനുഗ്രഹങ്ങളും സന്താന സൗഭാഗ്യങ്ങളും വരെ എല്ലാം കിട്ടലുകൾ മാത്രമാണ്. ഇവിടെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ് ഭക്തന്മാർ അധികവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തരാം തരാം എന്ന് പറയുന്ന പിശാചുക്കളുടെ പുറകെ, തരാം തരാം എന്ന് പറയുന്ന സാത്താന്റെ പിന്നാലെ ഓടിപ്പോകുമ്പോഴെല്ലാം നിന്നോടൊപ്പം നടക്കുന്ന ദൈവം ചോദിക്കുകയാണ്, where are you in relation to me? 2, it's a call to give away selfish desires or flimsy pleasures. Let me repeat that sentence. It's a call to give away selfish desires or flimsy pleasures. ലൗകികതയുടെ മാസ്മരികത, നൈമിഷിക സുഖങ്ങൾ വിടാനുള്ള വിളിയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം അരുത് എന്ന് വിലക്കിയ വൃക്ഷം, സാത്താന്റെ സാന്നിധ്യമുണ്ട് ഹവ്വായുടെ കണ്ണിൽ തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായി മാറുകയാണ്. എന്തൊരു പ്രയോഗമാണ്! ദൈവം തമ്പുരാൻ അരുത് എന്ന് വിലക്കിയ വൃക്ഷമാണ്. പക്ഷെ സാത്താന്റെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് ഈ അരുത് നീ മരിക്കുമെന്ന് പറഞ്ഞ വൃക്ഷത്തിന് അപാരമായ പോസിബിലിറ്റീസ് ഉണ്ടാകും. മനോഹരമല്ലേ വേദപുസ്തകത്തിലെ പ്രയോഗം? അവിടെ കണ്ണിന് ആ വൃക്ഷം ഇങ്ങനെയാണ് തോന്നുന്നത്, തിന്മാൻ നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവ സാന്നിധ്യത്തിൽ അരുതാത്തതൊക്കെ പൈശാചിക സാന്നിധ്യത്തിൽ നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായി മാറുകയാണ്. ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ജീവിത രംഗങ്ങളെ, മനുഷ്യന്റെ ആലോചനകളെ, മനുഷ്യന്റെ ബുദ്ധിയെ, പ്രത്യേകിച്ച് പുതിയ തലമുറയെ ആധുനിക ലോകം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. അതായത് ദൈവ സാന്നിധ്യത്തിൽ അരുതാത്തതൊക്കെ പൈശാചിക സാന്നിധ്യത്തിൽ നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായി മാറുകയാണ്. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത കൺഫ്യൂസ്ഡ് മൊറാലിറ്റിയാണ്, ഫ്ലിംസി ലൈഫ് സ്റ്റൈൽസ് ആണ്. ഒരു വാക്കൂടെ കടന്നു പറഞ്ഞാൽ പെർവേർട്ടഡ് സെക്ഷുവാലിറ്റിയുടെ കാലമാണ്. ഞാൻ യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ്, ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
സെലിബ്രേറ്റിംഗ് പെർവേർഷൻസ് എന്ന് പറയാം. അരുതാഴികകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ തന്റെ പ്രാരംഭ വാക്കുകളിൽ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, സെലിബ്രേഷൻ ഓഫ് മെമ്മറീസ് ആണ് എന്നാണ്. അതാണ് ശരിക്കും സെലിബ്രേഷൻ എന്ന് പറയുന്നത്. മെമ്മറീസിനെ സെലിബ്രേറ്റ് ചെയ്യും, ഓർമ്മകളെ സെലിബ്രേറ്റ് ചെയ്യും. അതാണ് പൂർവ്വ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആധുനിക തലമുറ മെമ്മറീസിനെ ഒന്നുമല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, പെർവേർഷൻസിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കയറി, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽസ് പരിശോധിച്ചാൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ചാനലുകൾ നോക്കിയാൽ മതി. അതെല്ലാം തലതിരിഞ്ഞ കോപ്രായങ്ങൾ കാണിക്കുന്ന ചാനലുകളായി. എന്തുകൊണ്ടെന്നറിയാവോ? ഇന്നത്തെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് they love to celebrate perversions. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലാകാനുള്ള ഏക മാർഗം എന്തെങ്കിലും തലതിരിഞ്ഞത് കാണിക്കുകയോ പറയുകയോ ചെയ്താണ്. യെശയ്യാവ് BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകനാണ്. അദ്ദേഹം അന്നത്തെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിൽ അന്വർത്ഥമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. യെശയ്യാവ് 5:20 തന്റെ സമൂഹത്തെ കുറിച്ച് യെശയ്യാവ് പറയുകയാണ്, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയും. ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാണ്, കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാണ്. അതായത് തലതിരിഞ്ഞ ധാർമ്മിക ബോധമാണ്. തീർന്നില്ല. ആ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു 11-12 വാക്യങ്ങൾ. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരം, വീണ, തപ്പ്, കുഴല്, വീഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അധാർമികമായിരുന്ന മദ്യപാനം ഇന്ന് വിശുദ്ധ കൂദാശകളുടെ പോലും ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്തൊരു അരുതാഴികയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും അതിന്റെ ഭാഗഭാക്കാകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കുകയാണ്, വേർ ആർ യു ഇൻ റിലേഷൻ ടു മീ? ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു ചിന്തയുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, അതായത് ഒരു 10-40 വർഷം മുമ്പ്, ഞങ്ങളുടെ തുമ്പമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരേ ഒരു കള്ളുഷാപ്പേ ഉള്ളൂ. വെള്ള പെയിന്റ് അടിച്ച കറുത്ത ബോർഡ് വെച്ച് കള്ള് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കള്ളുഷാപ്പ്. ഞങ്ങളുടെ നാട്ടിൽ അന്ന് സ്ഥിരമായി മദ്യപാനികൾ 2-3 പേരേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം അവരെല്ലാം മദ്യപാനികളാണ്. എന്നാൽ പോലും അവർ ഈ കള്ളുഷാപ്പിലേക്ക് പോകുമ്പോൾ തലയിൽ ഒരു തോർത്തോ മുണ്ടോ ഇട്ട് മൂടിക്കൊണ്ടേ പോകും. ആ പോക്ക് കണ്ടാൽ തന്നെ നാട്ടുകാർക്കെല്ലാം അറിയാം ആരാന്നറിയാം. ആ 3 പേരെ നാട്ടുകാർക്ക് അറിയാം. എന്നാൽ പോലും അവര് തലയിൽ മുണ്ടിട്ടുണ്ടായിരുന്നു കള്ളുഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് പോലും ഒരു ലജ്ജയുണ്ടായി. പക്ഷെ ഇന്ന് നാം ജീവിക്കുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കി. റോഡ് നീളായി, ഹൈവേയിലായാലും കൊള്ളാം, ബൈവേയിലായാലും കൊള്ളാം, തുറന്നു വെച്ചിരിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന മദ്യശാലകളുടെ മുമ്പിൽ പോയി നിന്ന് യാതൊരു നാണവുമില്ലാതെ കൈ നിറയെ കുപ്പികൾ വാങ്ങിക്കൊണ്ട് പോകുന്ന തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. There is not any problem, no issue of morality, ഒന്നുമില്ല. അങ്ങനെയാണ് വന്ന് വിശുദ്ധ കൂദാശകളോടനുബന്ധിച്ച് നടക്കുന്ന പാർട്ടികളിൽ പോലും വൈദികരെയും അത്തരത്തിലുള്ള ആളുകളെയും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് കുടിച്ചു കൂത്താടുന്ന തലമുറയാണ്. നീ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് ചോദിക്കുകയാണ്, വേർ ആർ യു? ഇന്ന് ദൃശ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ലൈംഗികതയുടെ കാഴ്ചപ്പാട് എന്ത് ഭയങ്കരമാണ്. ഇന്ന് നമ്മുടെ ആളുകളൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമൊന്നുമല്ല, പുരുഷന്മാരും എല്ലാം കാണുന്ന ഈ സീരിയലുകൾ എന്ന് പറയുന്ന സാധനം എല്ലാം പ്രീ മാരിറ്റൽ, എക്സ്ട്രാ മാരിറ്റൽ സെക്സിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന സാധനങ്ങളാണ്. ഒന്നും പ്രയാസമില്ല, എല്ലാം അക്സെപ്റ്റഡ് ആണ്. നീഷ എന്ന് പറയുന്ന തത്വചിന്തകൻ പണ്ട് പറഞ്ഞ പോലെ പെർമിസീവ് സൊസൈറ്റിയാണ്. എവറിത്തിങ് ഈസ് പെർമിറ്റഡ്, നത്തിങ് ടു ഹൈഡ് ഫ്രം അതേഴ്സ്. Everything is open and everything is permitted. You are permitted to do anything, anywhere. ഭീകരമായ അവസ്ഥയാണ്. പുതിയ തലമുറ മുഴുവൻ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് നിന്റെ അകൽച്ചയുടെ മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, വേർ ആർ യു? മലയാളിയുടെ ധാർമ്മികതയെ കുറിച്ച്
വല്ലാത്ത കഥകൾ ഇറങ്ങുന്ന ഒരു കാലമാണ്. എന്തൊരു ധാർമ്മിക അരാജകത്വമാണ്, പെർവേർട്ടഡ് മൊറാലിറ്റി എന്നൊക്കെ പറയാവുന്ന കാലമാണ്. ധാർമ്മികതയൊക്കെ ഒന്നും ഒരു വിഷയമല്ലാത്ത കാലമാണ്. ന്യൂ വിഷൻ എന്ന് പറയുന്ന ഒരു എക്യുമെനിക്കൽ മാസികയാണ്. അത് എല്ലാ സഭക്കാരും ഒക്കെ ചേർന്ന് ഇറക്കുന്ന ഒരു മാസിക. ആ മാസികയിലൊക്കെ എല്ലാ സഭയിലും അച്ഛന്മാരൊക്കെ വായിക്കുന്ന ഒരു സാധനം, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മാസികയാണ്. അതിൽ ചിലപ്പോഴൊക്കെ നുറുങ്ങ് കഥകളൊക്കെ വരും. ചില വർഷങ്ങൾക്ക് മുമ്പ് അതിൽ വന്ന ഒരു നുറുങ്ങ് കഥ, അതിന്റെ ടൈറ്റിൽ തന്നെ വീണുപോയച്ചു എന്നാണ്. ആ കഥ മലയാളിയുടെ ധാർമ്മികതയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനേക്കാൾ മനോഹരമായ ഒരു കഥ കേൾക്കാനായി. അത് ഇപ്രകാരമാണ്. ഒരു ദേവാലയത്തിൽ ശനിയാഴ്ച കുമ്പസാര പ്രാർത്ഥന നടക്കാൻ. അപ്പൊ ഇങ്ങനെ വരിവരിയായി ആളുകൾ വന്ന് നിൽക്കുന്നു. കുമ്പസാരിച്ചേച്ച് കുർബാന പിറ്റേ ദിവസം കൊള്ളാനുള്ള ഒരുക്കാണ്. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന ആളുകൾ ധാർമ്മിക ജീവിതത്തിൽ പറ്റിപ്പോയ പോരാളികളെ കുറിച്ചൊക്കെ വന്ന് പട്ടക്കാരനോട് ഏറ്റു പറയുകയാണ്. എല്ലാം വിശദീകരിച്ച് പറയാം. ഒരു ചെറുപ്പക്കാരനായ അച്ഛനായിരുന്നു അന്ന് വൈദികൻ. അച്ഛനോട് വന്ന് ഈ കഥകളൊക്കെ പറയുമ്പോൾ അച്ഛനങ്ങ് വല്ലാത്ത ലജ്ജ തോന്നുന്നു. അവസാനം അച്ഛനൊരു പോംവഴി കണ്ടു. അച്ഛൻ പറഞ്ഞു, ആരെങ്കിലും ഇത്തരത്തിൽ അധാർമികതയെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ മതി, വീണുപോയച്ചോ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ആ ഇടവകയിൽ ഒരു പ്രാക്ടീസായി. ഇങ്ങനെ പറയും, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കും. കർത്താവ് പറഞ്ഞ പോലെയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, മേലാൽ ഈ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞങ്ങ് വിടും. ഇന്നിപ്പോ ഈ കൊച്ചച്ഛൻ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. ഒരു പ്രായമായ അച്ഛൻ ഇടവകയെ ചുമതലയേറ്റു. ആദ്യ ശനിയാഴ്ച കുമ്പസാരം നടക്കും. വന്ന് കുറെ പേര് വീണേച്ച് വന്നേക്കുന്നു. അച്ഛൻ ആകെപ്പാടെ മനപ്രാസി ഈ പള്ളിയിലോട്ടുള്ള റോഡിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ടാണ്, ഇത്രയും പേര് വീണേച്ച് വരാൻ വകുപ്പില്ലല്ലോ. അച്ഛൻ ആ ഒരാഴ്ച കൊണ്ട് അച്ഛന്റെ പള്ളിയിലെ ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാള്, ആ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സിറ്റിയിലെ മേയറാണ് എന്ന് അച്ഛൻ അറിഞ്ഞു. വലിയ സന്തോഷമായി. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം, അദ്ദേഹത്തിന് ഈ പള്ളിയിലോട്ടുള്ള റോഡൊക്കെ ഒന്ന് ശരിയാക്കിക്കാൻ പറയണമെന്ന് വിചാരിച്ച് അടുത്ത ശനിയാഴ്ച വന്നു. കുമ്പസാരമായി. പിന്നെയും കുറെ പേര് വീണേച്ച് വന്നേക്കുന്നു. അച്ഛൻ അന്ന് രാത്രി ആഴ്സനായി ചെന്നേച്ച് അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. താൻ എന്തിനാടോ ഇങ്ങനെ ഈ ഇടവകയിലെ അംഗവും സിറ്റിയിലെ മേയറുമായി? അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്തോ പറ്റിയോ? ഇയാൾ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് ഈ പള്ളിയിലോട്ടുള്ള റോഡ് പോലും ഒന്ന് ശരിയാക്കാൻ വയ്യോടോ എനിക്ക്? അല്ലെങ്കിൽ ചോദിച്ചോ, പള്ളിയിലുള്ള റോഡിന് എന്നെ കുഴപ്പം? എത്ര പേരാന്നറിയോ കഴിഞ്ഞ 2 ആഴ്ച വീണേച്ച് വന്നേക്കുന്നത്? ഇത് കേട്ടപ്പോൾ ആ മേയർ ഫോണിന്റെ അങ്ങേ തലക്കിൽ ഇരുന്ന് ചിരിച്ചു. കാരണം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഈ പ്രായം അച്ഛന് പിടികിട്ടിയില്ല എന്താണ്. താനെന്താ ചിരിക്കുന്നേ? പിന്നെ അദ്ദേഹം വീണ്ടും ചിരിച്ചു. ചിരിച്ചപ്പോ അച്ഛൻ പറയാണ്, താൻ ചിരിച്ചോ? തന്റെ ഭാര്യ ഈ ആഴ്ച 2 പ്രാവശ്യം വീണേച്ച് വന്നത്. മലയാളിയുടെ ധാർമ്മികതയെ ഇതിനേക്കാൾ സറ്റയറിക്കലായി അവതരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, നീ എന്തുമാത്രം ദൈവത്തിൽ നിന്ന് അകലെയാണ്. ഇന്നത്തെ പോലെ ഞാനൊരു ആത്മപരിശോധനയോ എന്ന ഭാര്യ പറയുകയാണ്. ഇന്നത്തെ പോലെ സഭാ വ്യത്യാസങ്ങളില്ല ആത്മീയ നേതാക്കന്മാർ സമൂഹത്തിൽ വല്ലാതെ നാണം കെട്ടു നിൽക്കുന്ന ഒരു കാലം സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പരമവിശുദ്ധന്മാരെന്നും മാന്യന്മാരെന്നും ആത്മീയ നേതാക്കന്മാരെന്നും ഒക്കെ പറഞ്ഞ ആളുകളൊക്കെ ഇത്തരം കേസുകളിൽപ്പെട്ട് നാണം കെട്ട് സഭ മുഴുവൻ, ക്രിസ്ത്യാനി മുഴുവൻ സമൂഹത്തിൽ നാണം കെട്ട് തലകുറ്റിച്ച് നിന്ന കാലം ലോക ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ദൈവം ചോദിക്കുകയാണ്, വേറെ അറിയും നീ എവിടെയാണ്? മൂന്നാമത് ഒരു മേഖല കൂടെ ചൂണ്ടിക്കാണിക്കാം. ഇറ്റ്സ് എ കോൾ ടു ഗിവ് അവേ സെൽഫ് പ്രൈഡ്. ഇറ്റ്സ് എ കോൾ ടു ഗിവ് അവേ സെൽഫ് പ്രൈഡ്. അഹംഭാവം, അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം. ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം വിനയപ്പെടാൻ മനസ്സില്ലാത്ത മനുഷ്യരാണ് അധികവും എന്നതാണ്. യേശുകർത്താവിനെ കുറിച്ച് പൗലോസ് പറയുന്ന വിശുദ്ധിയുടെ വാക്കുകൾ ഫിലിപ്പിയലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന വേദഭാഗം. എല്ലാ ഓശാന ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ വായിക്കുന്ന സ്ലീഹായാണ് ഫിലിപ്പിയലേഖനം 2-ാം അധ്യായം. അത് പൗലോസ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന വിശുദ്ധിയുടെ വാക്കുകൾ, മനോഹരമായ വാചകങ്ങളാണ്. യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നത് എന്നതിനെ കുറിച്ച്, അദ്ദേഹം എന്തിനാണ് വന്നതിനെ കുറിച്ച്, വന്നിട്ട് എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് മനോഹരമായി ദൈവശാസ്ത്രപരമായി വിശദീകരിച്ച വേദഭാഗമാണ്. ഞാൻ അതിൽ ഒരു വാചകം മാത്രം വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു,
മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ് തുടങ്ങുന്നത്. അവൻ ദൈവമായിരിക്കെ ആ ദൈവത്തിന്റെ സ്റ്റാറ്റസിലേക്ക് ക്ലിങ്ങോൺ ചെയ്യാതെ മനുഷ്യനായി ദാസരൂപം എടുത്തിറങ്ങി വരികയാണ്. അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്, മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ദൈവമായിരുന്നവൻ മനുഷ്യനായി ഇറങ്ങി വരുന്ന എളിമയുടെ വിശുദ്ധിയുടെ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് ഈ യേശുവിന്റെ അംബാസഡർമാരായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ക്രൈസ്തവ നേതാക്കന്മാർ, മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നവരെല്ലാം ദൈവരൂപത്തിലേക്ക് മാറാൻ എന്തോ ഒരു തത്രപ്പാടാ കാണിക്കുന്നത്. അതിനൊക്കെ എന്തെല്ലാം ജാടകളാണ്. ഞങ്ങളുടെ വേഷവിധാനങ്ങളിലും സംവിധാനങ്ങളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഒക്കെ മനുഷ്യ മനസ്സിൽ കൊണ്ടുവന്ന് വെറും കേവല മനുഷ്യരായ ഞങ്ങളൊക്കെ ദൈവങ്ങളായി മാറാൻ കാണിക്കുന്ന വെപ്രാള ഓർത്താൽ എന്തൊരു ഗതികെട്ട കാലമാണ്. ആളുകൾക്ക് ഇപ്പൊ സൂചിപ്പിക്കുന്നത് പോലെ ഓശാന ഞായറാഴ്ചയൊക്കെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് എളിമ കാണിച്ചു എന്ന് നാണമില്ലാതെ പ്രസംഗിക്കുകയാണ്. കോടികളുടെ വിലയുള്ള കാറിൽ ചെന്നാണ് പ്രസംഗിക്കുന്നത്. യേശു കഴുതപ്പുറത്ത് യാത്ര. എന്തൊരു കഴുതകളാണ് ഞങ്ങളൊക്കെ. അതൊക്കെ കേട്ടോണ്ട് ആമീൻ പറയുന്ന നിങ്ങളൊക്കെ എന്തൊരു കഴുതകളാണ്. അഹങ്കാരത്തിന്റെ ബാബേൽ ഗോപുരങ്ങളിലാണ് ഞാനും എന്റെ തലമുറയും ജീവിക്കുന്നത്. എന്തൊരു അഹങ്കാരമാണ്. സ്വന്തമായി യാതൊരു കഴിവില്ലെങ്കിൽ, ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ വലിയവനാണെന്ന് പറയാൻ ആളിനെ നിർത്തിയിട്ടുണ്ട്. അത് വാഴ്ത്തുപാട്ടുകാരെന്നാ ഇപ്പൊ പറയുന്നത്. അങ്ങ് പൊക്കി പറയാണ് ഇയാൾ വലിയ പുലിയാണ്, ആനയാണ്. മമ്മൂട്ടിയുടെ സിനിമ പറഞ്ഞ വെറും പുലിയല്ല, ഇവൻ പുപ്പുലിയാണ്. നമ്മളൊക്കെ വലിയ രാജാക്കന്മാരാകാനുള്ള ശ്രമത്തിലാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിന്റെ ബാബേൽ ഗോപുരങ്ങളാണ്. ദൈവം പറയുന്നു, നീ എന്നിൽ നിന്നും എന്തുമാത്രം അകലെയാണ്. ദൈവം മനുഷ്യനായി ഇറങ്ങി വരുമ്പോ കേവല മനുഷ്യർ ദൈവങ്ങളാകാനുള്ള വെപ്രാളത്തിലാണ്. ദൈവം ചോദിക്കുന്നു, വേർ ആർ യു ഇൻ റിലേഷൻ വിത്ത് മീ? ദൈവനമ്പുരാനെ കുറിച്ച്, യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ വാക്കുകൾ മാത്രം മതിയല്ല. ആ യേശു തന്റെ ശുശ്രൂഷ രംഗത്ത് പറഞ്ഞ വാചകങ്ങൾ ഓർമ്മയില്ലേ? ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത്. അവന് പരസ്യ ശുശ്രൂഷ അവസാനത്തിൽ നടക്കുന്ന അന്ത്യ അത്താഴവേളയിൽ പോലും ഈശോ അവരോട് പറയുന്നൊരു വാചകമുണ്ട്. ആ കൂട്ടത്തിൽ ഇരുന്ന ചിലർ, അന്ത്യ അത്താഴത്തിൽ പോലും ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ചിലർ തമ്മിൽ നമ്മളിൽ ആരാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന രംഗമുണ്ട്. അവിടെ ഈശോ അവരോട് പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ദാസ്യത്വത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തവർ. നിങ്ങളും ഇങ്ങനെ ചെയ്യുവിൻ എന്നവരോട് പഠിപ്പിക്കുകയാണ്. കാൽ കഴുകി മാതൃക കാണിച്ചാണ്. ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന സാഹിത്യകാരൻ, ഗാനരചയിതാവ്, പ്രഭാഷകൻ, അദ്ദേഹം യേശുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം വളരെ മനോഹരമാണ്. ശ്രീകുമാരൻ തമ്പി സാറ് പറയുകയാണ്, യേശുവിനെ പോലെ മാതൃകയുള്ള ഒരു ഗുരു ലോക ചരിത്രത്തിലുണ്ടായിട്ട്. കാരണം എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ട് മാത്രമേ, യേശു എന്ന ഗുരു അവരെ പഠിപ്പിക്കുക മാത്രമല്ല, ദാസ്യത്വത്തിന്റെ മാതൃക അവരുടെ കാല് കഴുകി കാണിച്ചു കൊടുക്കുക. ശിഷ്യന്റെ കാല് കഴുകിയ ഒരൊറ്റ ഗുരുവേ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് ശ്രീകുമാരൻ തമ്പി സാർ പറയുകയാണ്. അതാണ് കർത്താവിന്റെ, യേശു കർത്താവിന്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊരു അഹങ്കാരമാണ്. കർത്താവ് പറയാണ്, ഗിവ് അവേ your pride and selfish ambitions. അതിലൊരിക്കൽ ഒരു നോമ്പുകാലത്ത് തിരുവനന്തപുരത്ത് പട്ടണത്തിൽ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത്. ഞാൻ ഇന്ന് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലം മുതൽ വലിയ ആർച്ചുകളാണ്. ആ ആർച്ചുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയാമോ? നാളെ പെസഹ വ്യാഴാഴ്ച ഇന്നാര് കാലുകൾ കഴുകുന്നു. അപ്പൊ ഞാൻ അവിടെ ചില ആളുകളോട്, എന്റെ സ്നേഹിതന്മാരോട് അന്വേഷിച്ച് പറഞ്ഞു, ഏകദേശം 10,000 രൂപയാണ് ഒരു ആർച്ചിന്. അതിലെ 10 ആർച്ച് പട്ടണത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, വിവിധ റോഡുകളിൽ. എന്തുവാ? ഇന്നാര് കാലുകൾ കഴുകുന്നു.
എന്തൊരു എളിമ അല്ലേ! 1 ലക്ഷം രൂപ മുടക്കി നാട്ടുകാരോട് പറയാണ് ഇന്നാര് കാലി ഒഴുകാൻ വരുന്നു. ഇതൊരു ഗതികെട്ട കാലമാണ്. ഇതാണോ എളിമ? ഇതാണോ എളിമയുടെ ശുശ്രൂഷ? കർത്താവ് തന്റെ സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന്റെ മോഡലാണ്. 1 ലക്ഷം രൂപ മുടക്കി പരസ്യം ചെയ്ത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഇന്നാര് കാലി കഴുകാൻ വരുന്നു. എന്നിട്ട് കാലി കഴുകാൻ പോയി ഇരുന്ന് കൊടുക്കുക. എവ്രിബഡി ഈസ് റണ്ണിങ് ആഫ്റ്റർ വർക്ക്സ് ഓഫ് പവർ, അതോറിറ്റി, ഇൻഫ്ലുവൻസ്, പബ്ലിസിറ്റി, പ്രസ്റ്റീജ്. ഇതൊരു കാലമാണ്. കർത്താവ് പറയുന്നു, നീ എന്നിൽ നിന്ന് എന്തുമാത്രം അകലെയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ബാബേൽ ഗോപുരത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 റിക്വയർമെന്റ്സ് ആണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ആകാശത്തോളം എത്തണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈക്വൽ ടു ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ അടുത്ത് വരെ എത്തണം. ദൈവത്തിന് അല്പം പോലും താണിരിക്കാൻ പറ്റില്ല. 2, നമുക്ക് ഒരു പേരുണ്ടാകും. നമ്മൾ ഒരുപാട് പേരുടെ ശ്രമം ഇന്ന് അതല്ലേ? നമുക്കൊരു പേരുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ആരുമാണ് എന്ന് ലോകത്തോട് പറയാനുള്ള ശ്രമത്തിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ നമ്മൾ കേട്ടു, ഞാനൊരു പുപ്പുലിയാണ് എന്ന ആളുകളെ അറിയിക്കാനാണ്. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളും പലപ്പോഴും നമ്മുടെ സ്വന്തം പേരും മുഖവും വലുതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. വാട്സാപ്പിലൊക്കെ എടുക്കുന്ന DP, ഡിസ്പ്ലേഡ് പിക്ചർ, നമ്മൾ ആരുമാണ് എന്ന് ലോകത്തെ കാണിക്കാനുള്ള വെപ്രാളത്തിലല്ലേ? ചില ആഴ്ചകൾ വീതം ഇങ്ങനെ DP മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ വലിയ പുള്ളിയാണ് എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടി, ഷോ കാണിക്കാൻ, വലിയ ആളാണ്. അതാണോ നമ്മുടെ നാടിന്റെ കൾച്ചർ? നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തിനും ഏതിനും ഫ്ലെക്സ് ബോർഡാണ്. പണ്ടെങ്ങും ഇല്ലാത്ത വലിയ ജാടകൾ, വൃത്തികെട്ട ജാടകളാണ്. 1000 ഫ്ലെക്സ് അടിക്കും ഒരു കൊച്ചു കാര്യത്തിന്. ആ ഫ്ലെക്സിനകത്ത് തന്നെ ഫോട്ടോ നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ജനിച്ച ഫ്ലെക്സ്, മരിച്ച ഫ്ലെക്സ്, ജയിച്ച ഫ്ലെക്സ്, തോറ്റ ഫ്ലെക്സ്. ഞാൻ പോകുന്നിടത്തെല്ലാം ഇപ്പൊ പറയുന്നൊരു കാര്യമാണ്. ഞാനിങ്ങനെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കൂട്ടായ്മയ്ക്കൊക്കെ പോയി വരുമ്പോ റോഡുകളിലൊക്കെ ശ്രദ്ധിക്കും. ഇന്നത്തെ കാലത്ത് കാര്യം ഒരു വലിയ പ്രശ്നമാണല്ലോ. മരിച്ചു പോയെങ്കിൽ നാട്ടിലുള്ള സകല പോസ്റ്റിലും ഫോട്ടോ എടുത്ത് കൂട്ടിക്കും. ജീവിച്ചിരുന്നപ്പോ പോലും ഒരു ഗുണമുള്ളതായിട്ടുള്ള മനുഷ്യനല്ല. പക്ഷെ ചത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പോസ്റ്റ് ഫോട്ടോയാണ്, ഒട്ടിച്ചങ്ങ് വെച്ചേക്കാണ്. പിന്നെ ദിവംഗതന് ചില ഫോട്ടോ ഒക്കെ ചെറുപ്പത്തിലെ മരിച്ചു പോലും തോന്നി. ഞാനും എന്റെ ഭാര്യയും കൂടി ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ ഒരു 70 വയസ്സ് താഴെയുള്ള ആളുകളാണ് മരിക്കുന്ന അധികം പേര്. അതിനപ്പുറത്തുള്ളവരൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ. ഈ നാളുകളിൽ ഞാൻ പോയി പങ്കെടുത്ത ശവസംസ്കാര ശുശ്രൂഷയിൽ 90% 70 വയസ്സ് താഴെയുള്ള ആളുകൾ. എന്ത് ആളുകളാണ് നാട്ടിൽ മരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പോഴത്തെ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊന്ന് സങ്കടം തോന്നും. കാരണം ഒത്തിരി ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമ്പോ കുറെ പോസ്റ്റുകൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കുന്നു. അയ്യോ, ഇതാരാണോ വളരെ ചെറുപ്പത്തിലെ മരിച്ചു പോലും. അപ്പൊ ഒരു പോസ്റ്റിന്റെ അടുത്തുനിന്ന് സ്ലോ ചെയ്ത് വായിച്ചു നോക്കി, പേര് വായിച്ചു, വയസ്സ് കണ്ട് ഞെട്ടിപ്പോയി. വയസ്സ് 93. ഫോട്ടോ 30ാമത്തെ വയസ്സിലെ കുട്ടിയെ. ചത്താലും ഒരു ഗ്ലമ ഇരിക്കട്ടെ, ഗ്ലാമർ കളയണ്ടെന്ന്. വയസ്സ് മരിച്ചത് 93ാമത്തെ വയസ്സിലാണ്. ഒട്ടിച്ചു വെച്ചേക്കുന്ന ഫോട്ടോ 30ാമത്തെ വയസ്സിലാണ്. വഴിയെ പോകുന്ന കണ്ടാൽ പോലും ഒരു ഗമ വേണം. ചത്തുപോയെന്ന് പറഞ്ഞാൽ പോലും ഒരു ഗമ ഇരിക്കട്ടെ. ഇതൊരു കാലമാണ്. മാത്രമാണോ ഇത്? ജയിച്ചാലും ഫ്ലക്സ് ആണ്, തോറ്റാലും ഫ്ലക്സ്. ഈ കഴിഞ്ഞ SSLC പരീക്ഷാ കാലത്ത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ട ഏറ്റവും രസകരമായ ഒരു ഫ്ലക്സ് ബോർഡ് എന്നെ ഞെട്ടിച്ച ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോ 10ാം ക്ലാസ്സും 12ാം ക്ലാസ് കഴിഞ്ഞവരെല്ലാം ഫുൾ A+ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഫോട്ടോ നാടുകൾ വെച്ചിരിക്കുക. ഒരുത്തൻ കഷ്ടിച്ച് 10ാം ക്ലാസ് പാസ്. അവൻ ആര് ഫ്ലക്സ് വെക്കാനാണ്? അവനൊരു പണി കാണിച്ചു. അവൻ തന്നെ ഒരു ഫ്ലക്സ് ഉണ്ടാക്കി അങ്ങ് ബോഡി വെച്ചു. അതിലെ വാചകമാണ്, പേര് ഞാൻ ഒരു ഉദാഹരണമായിട്ട് അങ്ങ് പറയുന്നുള്ളൂ, ഒറിജിനൽ പേരല്ല പറയുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകം അവന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചേച്ചു. അവൻ എഴുതിയിരിക്കുകയാണ്, അനിൽകുമാർ എന്ന ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനാൽ എനിക്ക് തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്തൊരു കാലമാണ് നോക്ക്. അനിൽകുമാർ എന്ന ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനാൽ എനിക്ക് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പോസ്റ്റർ വെച്ചിരിക്കുകയാണ്, ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇത് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും കൃത്യമായ ഇലസ്ട്രേഷനാണ്. നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് സ്വന്തമായി പോലും പോസ്റ്റർ അടിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഇവിടെ സുവിശേഷ രംഗത്ത് മോശമാണോ? ഇന്ന് നാം കാണുന്ന പല പഞ്ചനക്ഷത്ര സുവിശേഷ മാമാങ്കങ്ങളും ആത്മീയ അഹങ്കാരത്തിന്റെ ബാബേൽ ഗോപുരങ്ങളാണ്. എന്നതിൽ തർക്കമൊന്നുമില്ല.
പിശാച് കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ മത്തായി 4:5-6 യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തി താഴോട്ട് ചാടാൻ പറയുകയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ ഷോ മി യുവർ പവർ എന്നാണ് സാത്താൻ കർത്താവിനോട് പറയുന്നത്. യേശുവിന്റെ മറുപടി വ്യക്തമാക്കുന്ന ഒരു സത്യമുണ്ട്. സ്ഥാനമാനങ്ങൾ ശുശ്രൂഷയ്ക്കുള്ള വേദികളും മുഖാന്തരങ്ങളുമാണ്, അല്ലാതെ പവർ കാണിക്കാനുള്ള അവസരമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ആത്മീയ നേതാക്കന്മാരെന്ന് വിളിക്കുന്ന ഞാനും എൻ്റെ തലമുറയും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള വേദിയായി കാണാതെ പവർ കാണിക്കാനുള്ള, ഷോ കാണിക്കാനുള്ള മുഖാന്തരങ്ങളായി കാണിച്ചതാണ് ഇന്ന് സഭകളുടെ മുഴുവൻ നാശത്തിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പദവികളിലെ അഹംഭാവമാണ്, അഹങ്കാരമാണ് ഇന്നിന്റെ അപകടം എന്ന് പറയുന്നത്. ലോകപ്രസിദ്ധനായ ഒരു അമേരിക്കൻ സുവിശേഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോർജ് W. ട്രുവറ്റ് എന്നാണ്. ടെക്സസുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച, അദ്ദേഹത്തെ അറിയാവുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ, ഭയങ്കരമായി വളർന്ന് വലിയ വലിയ പണക്കാരനായി മൾട്ടി മില്യണറായി മാറിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സഹപാഠിയാണ്. അദ്ദേഹത്തിന്റെ വിജയങ്ങളെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു വലിയ ഡിന്നർ പാർട്ടി ഒരുക്കുകയാണ്. തന്റെ ഫ്രണ്ട്സിനെയും തന്നോട് ചേരുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് തന്റെ പഴയ സ്നേഹിതനായ സുവിശേഷകൻ ജോർജ് W. ട്രുവറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചു. അദ്ദേഹം ചെന്നപ്പോൾ ഈ മനുഷ്യൻ നിന്ന് പറയുകയാണ്, 25 years ago I had nothing. ജോർജ് ട്രുവറ്റിനോട് തന്റെ സഹപാഠിയായ വലിയ ബിസിനസ്സുകാരനായ പണക്കാരൻ പറയുകയാണ്, 25 years ago I had nothing, but now. തന്റെ വിരലുകളെ ചുറ്റുപാടും ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, റൈറ്റ് സൈഡിലേക്ക് കാണിച്ചു പറയണം, as far as you can see it's all mine. തന്റെ ഇടതുവശത്തേക്ക് കൈ നീട്ടിയിട്ട് പറയാണ്, as far as you can see it's all mine. മുൻവശത്തേക്ക് നീട്ടിയിട്ട് പറയാണ്, as far as you can see it's all mine. പുറകോട്ട് കൈ ചൂണ്ടിട്ട് പറയാണ്, as far as you can it's all mine. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വന്ന ജോർജ് W. ട്രുവറ്റ് ഒറ്റ ചോദ്യം, മുകളിലേക്ക് കൈ ഉയർത്തിയിട്ട് അദ്ദേഹം ചോദിച്ചു, how much did you invest in that direction? വല്ലാത്തൊരു ചോദ്യമായി. വലത്തോട്ടും ഇടത്തോട്ടും പുറകിലോട്ടും മുമ്പിലോട്ടും എല്ലാം നീ ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. ജോർജ് W. ട്രുവറ്റിന്റെ ചോദ്യം, how much did you invest in that direction? എന്ത് അഹങ്കാരം പറയാൻ, എന്താണ് നീ ഉന്നതങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ദൈവത്തിൽ നിന്നും നമ്മൾ എന്തുമാത്രം അകലെയാണ്. വേറെ അറിയൂ എന്ന ചോദ്യത്തിന് മുമ്പിൽ നാം ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലല്ലേ? ചില മേഖലകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത് മാത്രം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലുള്ള ഒളിച്ചോട്ടം നമ്മുടെ മരണാവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്ന് മറക്കരുത്. ഇമ്മാനുവൽ എന്ന പേരോടുകൂടെ, ദൈവം നമ്മോടുകൂടെ എന്ന പേര് കിട്ടിയ ഒരു ഇടവകയിൽ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ദൈവത്തോടു കൂടെ നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ കൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയാണ്. ആ പറയുന്ന കൂട്ടത്തിൽ ഒരു വാർണിംഗ് എന്ന നിലയിൽ നമ്മുടെ ആദ്യ കൺവെൻഷന്റെ ആദ്യ രാത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചോട് ചോദിക്കുകയാണ്, വേർ ആർ യു ഇൻ റിലേഷൻ ടു എ ഗോഡ്? ഞാനൊരു അനാലിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. When God wanted to create fish, he spoke to the sea. മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവം പറഞ്ഞു, ഉണ്ടായി. When God wanted to create trees, he spoke to the earth. ഭൂമിയോട് പറഞ്ഞു, വൃക്ഷങ്ങൾ കിളുത്തു വട്ടെ, വന്നു. But when God wanted to create human, he turned to himself and said, let us make man in our image and in our likeness. മത്സ്യങ്ങളെ സൃഷ്ടിക്കേണ്ടത് നമ്മൾ കടലിനോട് പറഞ്ഞു ഉണ്ടാകട്ടെ, വൃക്ഷങ്ങളെ സൃഷ്ടിക്കേണ്ടത് നമ്മൾ ഭൂമിയോട് പറഞ്ഞു ഉണ്ടാകട്ടെ. പക്ഷെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം തന്നോട് തന്നെ കൺസൾട്ട് ചെയ്യുകയാണ്. അത് ഹെവൻലി കോർട്ടുമായി കൺസൾട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇന്റർപ്രിട്ടേഷൻ. എന്തോ ആവട്ടെ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് ദൈവം പറയുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. If you take a fish out of the water, it will die. When you remove a tree from soil, it will also die. Likewise, when man is disconnected from God, he dies. Because God is our natural environment. We were created to live in his presence and in close connection with him. കർത്താവ് പറഞ്ഞ ഓർമ്മയുണ്ടോ? കൊമ്പ്,
മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. We have to be connected to him because it is only in him that life exists. My dear friends, remember, water without fish is still water. But fish without water is nothing. മീൻ ഇല്ലെങ്കിൽ പോലും വെള്ളമാണ്. പക്ഷെ വെള്ളമില്ലെങ്കിൽ മീന് ജീവിതമില്ല. The soil without tree is still soil. But the tree without soil is nothing. വൃക്ഷമില്ലെങ്കിൽ പോലും മണ്ണാണ്. പക്ഷെ മണ്ണില്ലെങ്കിൽ വൃക്ഷം ഇല്ല. God without man is still God. But man without God is nothing. മനുഷ്യൻ ഇല്ലെങ്കിൽ പോലും ദൈവം തന്നെയാണ്. പക്ഷെ ദൈവമില്ലെങ്കിൽ മനുഷ്യൻ ഇല്ല. Let me conclude today's message with the same question which I asked at the beginning of the sermon. Where are you in relation to your God? Dear friends, let's stay connected to God. And we will have life in abundance. May God bless you all. See you tomorrow evening. God bless you. Until then, goodbye and thank you. ഒരു പാട്ടിന്റെ ചരണം പാടാം, അതിനുശേഷം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം പി തോമസ് ആശീർവാദം പറയുന്നതായിരിക്കും. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, ആശ്ചര്യമേ എല്ലാം കൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ എവിടെയാകുന്നു എന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നന്ദിയോട് നിന്നെ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് യാത്ര ചെയ്യുവാൻ, മാറാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങളുടെ ഈ പുതിയ വർഷം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. നാളത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കണം. ഈ രാത്രി ഞങ്ങൾക്ക് ശാന്തമായ ഉറക്കം നൽകി തരണം. പ്രഭാതത്തിൽ അവിടുത്തേക്ക് ഹിതമെങ്കിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. ചേർന്ന് വന്ന് എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണം. മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോന്നി കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചോളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമതവും സഹവാസവും പ്രിയരെ നാം ഓരോരുത്തരോടും നാം കേട്ട തിരുവചന സത്യങ്ങളോടും നമ്മുടെ ജീവിതാനുഭവങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛാ. നാളെ കാണാം. യെസ് അച്ഛൻ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. താങ്ക് യു അച്ഛൻ. കട്ട് ചെയ്ത